അമ്മയാം ദേവി, ആരും തൊഴുവാൻ കൊതിക്കും നിൻ രൂപം. അരുണാംബരം ചാർത്തും അനവദ്യരൂപം, ആരും തൊഴുവാൻ കൊതിക്കും നിൻ രൂപം. അരുണാംബരം ചാർത്തും അനവദ്യരൂപം. ആറം കുന്നത്ത കാവിൽ ഭഗവതി, ആറു ദേശങ്ങൾക്കമ്മയാം ദേവി, ആരും തൊഴുവാൻ കൊതിക്കും നിൻ രൂപം. അരുണാംബരം ചാർത്തും അനവദ്യരൂപം, ആരും തൊഴുവാൻ കൊതിക്കും നിൻ രൂപം. അരുണാംബരം ചാർത്തും അനവദ്യരൂപം. ആറം കുന്നത്ത കാവിൽ ഭഗവതി, ആറു ദേശങ്ങൾക്കമ്മയാം ദേവി. ആയുധപാണിനിയായി അമരുന്ന മൂർത്തേ, ആയുരാരോഗ്യങ്ങൾ നിൻ വരദാനം. ആയുധപാണിനിയായി അമരുന്ന മൂർത്തേ, ആയുരാരോഗ്യങ്ങൾ നിൻ വരദാനം. ആവശ്യങ്ങൾ നീ അറിയുന്നു ഭക്തർ തൻ, ആദിയും വ്യാധിയും നീക്കി തുണയ്ക്കുന്നു. ആദിയും വ്യാധിയും നീക്കി തുണയ്ക്കുന്നു. ആറം കുന്നത്ത കാവിൽ ഭഗവതി, ആറു ദേശങ്ങൾക്കമ്മയാം ദേവി. സൗമ്യഭാവത്തിൻ സൗന്ദര്യം പേറി, സൗവർണദീപാഞ്ചിത ശ്രീകോവിലിൽ. സൗമ്യഭാവത്തിൻ സൗന്ദര്യം പേറി, സൗവർണദീപാഞ്ചിത ശ്രീകോവിലിൽ. സർവചരാചര പാലകയായി നീ, സത്യധർമാദികൾക്ക് കാവലായി തീരുന്നു. സത്യധർമാദികൾക്ക് കാവലായി തീരുന്നു. ആറം കുന്നത്ത കാവിൽ ഭഗവതി, ആറു ദേശങ്ങൾക്കമ്മയാം ദേവി, ആരും തൊഴുവാൻ കൊതിക്കും നിൻ രൂപം. അരുണാംബരം ചാർത്തും അനവദ്യരൂപം, ആരും തൊഴുവാൻ കൊതിക്കും നിൻ രൂപം. അരുണാംബരം ചാർത്തും അനവദ്യരൂപം, ആറം കുന്നത്ത കാവിൽ ഭഗവതി, ആറു ദേശങ്ങൾക്കമ്മയാം ദേവി. ഭജിക്കുന്നേ ഭഗവതിയെ,
ഭദ്രേ ഉള്ളുരുകി ഭജിക്കുന്നേ ഭഗവതിയെ എള്ളിൻ നിറമൂലുന്നൊരു ഗുണവതിയെ ആറം കുന്നത്ത് കാവിലമർന്നിടുന്ന ആര്യാംബികേ ജഗന്നാഥേ ഭദ്രേ പുഷ്പാഞ്ജലി നിന്റെ ശുഭനട തന്നിൽ കഴിച്ചിടുന്നേ സ്വയംവര മന്ത്ര പുഷ്പാഞ്ജലി നിന്റെ ശുഭനട തന്നിൽ കഴിച്ചിടുന്നേ തമസാർന്ന ജീവിത സ്വപ്നങ്ങളിൽ നീ തളിർനിലാവിട്ടം ചൊരിയൂ അമ്മേ തമസാർന്ന ജീവിത സ്വപ്നങ്ങളിൽ നീ തളിർനിലാവെട്ടം ചൊരിയൂ അമ്മേ ഉള്ളുരുകി ഭജിക്കുന്നേ ഭഗവതിയെ എള്ളിൻ നിറമൂലുന്നൊരു ഗുണവതിയെ ആറം കുന്നത്ത് കാവിലമർന്നിടുന്ന ആര്യാംബികേ ജഗന്നാഥേ ഭദ്രേ इंद्रश्चाग्निश्च स्वस्ति नो देव सिन्धुं दुरितात्यग्नि विश्वानि देव सवितर्दुरितानि परासुवा यद्भद्रं तन्न आसुवा त्वयोरुदत्रिषु वधीर्माधु पद्मासनस्तां विकसितवदनां पद्मपत्रायताक्षीं अच्युतचन्द्रमेश्वरी देवता ॐ ह्रीं दुर्गायै नमः ॐ श्रीमाता श्रीमहाराज्ञी श्रीमत्सिंहासनेश्वरी चिरग्निकुण्डसम्भूता देवकार्यसमुद्यता बुद्ध्यर्थानुसहस्राभासरुद्वासमन्विता राजस्वरूपाय वैरस्थरशोभिता नवचम्बरपुष्पावनासारञ्जविराजिता ताराकान्तिरस्कारिता
निजसल्लामाधुर्यविनिर्भत्सितगच्छति मन्दस्मितप्रभावूयमत्यत्कामेशमानसा अनादरिकसाविश्यनिगुणश्रीरामीयभुजान्विका यत्नग्रैवेयन्दाकलोकमुक्तामनस्तनि नाभ्यादपाररोमाणीरदाबलकुलत्यै स्वाहीनवल्लभा सुमेरुमस्य श्रीरस्ता श्रीमन्मगनायिका चिन्तामणिहात्वस्था पञ्चब्रह्मासनस्थिरा महापद्मावती संस्था कलम्बवनवासिनी सुधासागरमध्यस्था कामाक्षी कामदायिनी देवर्षिगणसङ्घातस्तोत्रगा गण्डसैन्यवलोद्युक्तशक्तिविक्रमदर्शिवा नित्यापराक्रमारोहरीक्षासमुत्सुका भण्डपुत्रवधोद्युक्तवैरौषधि श्रीमत्तात्मरूढैरस्वरूपमुखपङ्कजा कण्डालकैवर्यम्बूढस्वरूपिणी शक्तिरूढैरदावन्यरक्षोभागधारिणी मूलमन्त्रात्मिका मूलगुणत्रयवलेवरा कुलामदैरसिका कुलसङ्केतवाहिनी कुलाङ्गना कुलान्तस्था कौलिनी कुलयोगिनी अरुणासमयान्तस्था समयाचारतत्परा मूलाधारैकविलया ब्रह्मग्रन्थिवेदिनी मणिपूरान्तर्विदा विरमोक्षभक्तसौभाग्यदायिनी भक्तिप्रिया भक्तिगम्या भक्तिवश्यामयामा शाम्भवी शारदाराध्या सर्वाणी सर्वशक्तिमयी सर्वमङ्गला सर्वनिप्रदा सर्वेश्वरी सर्वमयी सर्वमन्त्रस्वरूपिणी सर्वयन्त्रात्मिका सर्ववर्णरूपानोन्मयी माहेश्वरी महादेवी महालक्ष्मीकदम्बरसुमप्रिया कल्याणी जगती नन्दा करुणारसुराजया कलावती कलापाताम्बाकारम्बरी प्रिया भजरावादेवी क्षेत्रक्षेत्रज्ञानी जयवृद्धिर्मुक्ता क्षेत्रवायसमर्चिता
Ambe Narayana, Devi Narayana.
തിരുവാതിരക്ക് നിർവഹിക്കുന്നതാണ്. അവതരിപ്പിക്കുന്നത് സ്വപ്നവേൽ പാർട്ടി കാരാട്ടകുശി. സ്പോൺസർ ചെയ്തിരിക്കുന്നത് സേവാഭാരതി ആറങ്ങോട്ട് പരിസരം. അതിനുശേഷം സെമി ക്ലാസിക്കൽ ഡാൻസ് ഉണ്ടായിരിക്കുന്നതാണ്. അവതരിപ്പിക്കുന്നത് പാർവതി അനുരൂപ. ഗജവദന ഗൗരി നന്ദ ഗജവദന ഗണേശ ഗണേശ Thank you.
തുടർന്ന് തിരുവാതിരക്കളി. പ്രായോജകർ സേവാഭാരതി ആനന്ദത്തിലാവ് പരിസരം. അമരേതുന്നവിരുണത്തിയ സ്വാമിയെ എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. തത്വസിപ്പൂണേ നിത്യതയാമിരിയേ കൽപ്പാന്തമണികൾ തുറന്നിടണേ. ഇരുമുടി നിറയുമീ ദുരിതം മൊഴിയണേ. ഇതപരശാന്തി തന്നവതെന്നരുവാണ്. മനസ്സായും പുലിമേലെ വാണേ. എന്റെ ജന്മശൈലി ചെടിയേ കിരണമേ. രാമവേദന വിരുണത്തിയ സ്വാമിയെ എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. സന്യാസി രൂപനെ സംഗീത പ്രിയനെ ഹിന്ദൂരവർണ്ണനെ സ്വാമിയെ പൂവടിക്കടിഞ്ഞുതരെ പുണ്യാക്കടലേ പുനരും സമതൻ സുന്ദരശീലേ മാനുകൾ നീക്കിരുവാനയപ്പ നീ മനുഷ്യമാരകന്നായിട് കരികാലം കമലരാക്കി नमोस्तुते विघ्नराजा नमस्ते. Thank you.
അനിത വിനോദ്, സ്വപ്ന ഉണ്ണി, ശ്രീജ ദിലീപ്, ശ്രീജ കൃഷ്ണനുണ്ണി, ദീപ ആശിഷ്, പ്രീതി കൃഷ്ണദാസ്, സൈജ കൃഷ്ണദാസ്, ശ്രീജ രാജൻ, സിന്ധു, എം ശകുന്തള മോഹൻ. വാങ്ങിച്ചോളൂ, വാങ്ങിക്കോ. പാർവതി അനുരൂപ അവതരിപ്പിക്കുന്ന സിഡ്നി ക്ലാസിക്കൽ ഡാൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ സർവവിഘ്നോപശാന്തയേ. പ്രണമ്യ ശിരസാ ദേവം ഗൗരീപുത്രം വിനായകം ഭക്ത്യാ വ്യാസം സ്മരേ നിത്യം ആയുഷ്കാമാർത്ഥസിദ്ധയേ. പ്രണമ്യ ശിരസാ ദേവം ഗൗരീപുത്രം
गौरीपुत्रं विनायकं भक्त्या व्यासं स्मरे नित्यम् आयुकामार्थसिद्धये आयुकामार्थसिद्धये प्रथमं वक्रतुण्डं च एकदन्तं द्वितीयकं तृतीयं कृष्णपिङ्गाक्षं गजवक्त्रं चतुर्धकं प्रथमं वक्रतुण्डं च एकदन्तं द्वितीयकं तृतीयं कृष्णपिङ्गाक्षं गजवक्त्रं चतुर्धकं गजवक्त्रं चतुर्धकं लम्बोदरं पञ्चमं च षष्ठं विकटमेव च सप्तमं विघ्नराजं च धूम्रवर्णं तथाष्टमं लम्बोदरं पञ्चमं च षष्ठं विकटमेव च सप्तमं विघ्नराजं च धूम्रवर्णं तथाष्टमं नवमं बालचन्द्रं च दशमं तु विनायकम् एकादशं गणपतिं द्वादशं तु गजाननं नवमं बालचन्द्रं च दशमं तु विनायकम् एकादशं गणपतिं द्वादशं तु गजाननम् द्वादशैतानि नामानि त्रिसन्ध्यं यः पठेन्नर न च विघ्नभयं तस्य सर्वसिद्धिकरं ध्रुवम् विद्यार्थी लभते विद्यां धनार्थी लभते धनं पुत्रार्थी लभते पुत्रान् मोक्षार्थी लभते गतिम् जपेद्गणपतिस्तोत्रं षड्भिर्मासैफलं लभेत् संवत्सरेण सिद्धिं च लभते नात्र संशयम् काली काली महाकाली भद्रकाली नमोस्तुते कुलं च कुलधर्मं च मां च बालय बालय काली काली महाकाली भद्रकाली नमोस्तुते कुलं च कुलधर्मं च मां च बालय बालय काली काली नमोस्तुते कुलं च कुलधर्मं च मां च बालय बालय ഭൂതശാന്തി ഹോമം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഏത് സ്ഥലത്ത് നിന്നാലും ആ സ്ഥലത്തിന് ഒരു ചൈതന്യമുണ്ട്, ആ സ്ഥലത്തിന് ഒരു എനർജിയുണ്ട്, ഊർജ്ജമുണ്ട്. അത് ആ സ്ഥലത്തുള്ള എല്ലാ തരത്തിലുള്ള കിരണങ്ങളുടെയും തരംഗങ്ങളുടെയും ഒക്കെ ഫലമായിട്ടാണ് ഓരോ സ്ഥലത്തിനും ഓരോ ഊർജ്ജമുള്ളത്. ഈ സ്ഥലത്തിൻ്റെ ഊർജ്ജത്തിനെ നമ്മൾ പറയുന്ന പേരാണ് വാസ്തു എന്ന്. ഒരു സ്ഥലത്ത് വാസ്തു ശരിയല്ലാന്നോ ശരിയാണെന്നോ ഒക്കെ പറയണതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അവിടെ ജീവിക്കുന്ന വ്യക്തികളുടെ ഊർജ്ജവുമായിട്ട് ഓറയുമായിട്ട് ആ സ്ഥലത്തിൻ്റെ ഊർജ്ജം അനുകൂലമാണെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ അത് 72,000 നാടുകളിലൂടെ ഈ വാസ്തു ചൈതന്യത്തിനെ പരിശുദ്ധമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഭൂതശാന്തി. അപ്പോൾ വീടുകളിൽ വാസ്തുദോഷമുണ്ട്. വാസ്തുദോഷമുണ്ടാകുന്ന ലക്ഷണം എന്താണെന്ന് വെച്ചാൽ ഈ
മനസ്സമാധാനം ഉണ്ടാവില്ല. അതുപോലെ തന്നെ വീടുകളിൽ ചില സമയത്ത് ആളുകളില്ലാതെ തന്നെ ശബ്ദങ്ങൾ, അതുപോലെ തന്നെ പ്രകാശങ്ങൾ മുതലായിട്ട് കാണാൻ സാധ്യതയില്ലാത്ത സാധനങ്ങൾ കാണാം. അതുകൊണ്ടാണ് അത്ഭുതം എന്ന് പറയുന്നത്. വീടുകളുടെയും ഫ്ലാറ്റുകളുടെയും കെട്ടിടങ്ങളുടെയും കടകളുടെയും ഒക്കെ വാസ്തുദോഷങ്ങൾ ഏതാണ് നേരിയായിട്ടുള്ള പ്രാർത്ഥിക്കുക. കാളി കാളി മഹാകാളി ഭദ്രകാളി മൂല്യപാലയ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം കുലധർമ്മം ച മാം ച പാലയ പാലയ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം കുലധർമ്മം ച മാം ച പാലയ പാലയ. വിവാഹത്തിന്റെ തടസ്സങ്ങൾ നീങ്ങുന്നതിനും രണ്ടാമത് ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ ചെയ്യേണ്ടതാണ്. ഭൗമൻ എന്നൊരു പേരും കണ്ട ചോദ്യം. ഭൂമിയുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം ശരിയാവണമെന്നുണ്ടെങ്കിലും ചൊവ്വയുടെ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ശരിയാവണമെന്നുണ്ടെങ്കിൽ ചൊവ്വയുടെ അനുഗ്രഹം ചെയ്യാതെ വിവാഹം മംഗളമായി കഴിയില്ല. മംഗളമായി കഴിഞ്ഞാൽ തന്നെ സുഖകരമായൊരു ദാമ്പത്യം ഉണ്ടാകും. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ചൊവ്വയുടെ ഗ്രഹത്തിന്റെ പൂജ അതിൽ സമർപ്പിക്കേണ്ടത് വെറ്റില അടക്ക എന്നതാണ് സമർപ്പിക്കേണ്ടത്. 10 മണിയാണ്. അതുപോലെ എല്ലാവരോടും അതിന്റെ ഉദ്ദേശം ഒന്ന് പറയുകയാണ്. ചൊവ്വയുടെ ഗ്രഹത്തിന്റെ പൂജ 9 മണിയാകുമ്പോൾ ശാന്തി കേട്ടാൽ ശാന്തി തണലായി നിറയുന്നവൾ, അണയുന്നവർക്കെല്ലാം ഏകുന്നവൾ നീ. അരികത്തു തണലായി നിറയുന്നവൾ, അഗതിയാമെന്നെയും കൺപാർത്തിടൂ നീ. അശ്രുകണങ്ങൾ പൂമുത്താക്കിടൂ, അഗതിയാമെന്നെയും കൺപാർത്തിടൂ നീ. അശ്രുകണങ്ങൾ പൂമുത്താക്കിടൂ. ഉള്ളുരുകി ഭജിക്കുന്നേ ഭഗവതിയെ, എള്ളിൻ നിറമൂലുന്നൊരു ഗുണവതിയെ. ആരം കുന്നത്ത് കാവിലമർന്നിടുന്ന ആര്യാംബികേ ജഗന്നാഥേ ഭദ്രേ. ഉള്ളുരുകി ഭജിക്കുന്നേ ഭഗവതിയെ, എള്ളിൻ നിറമൂലുന്നൊരു ഗുണവതിയെ. ആരം കുന്നത്ത് കാവിലമർന്നിടുന്ന ആര്യാംബികേ ജഗന്നാഥേ ഭദ്രേ. അങ്കാരകൻ അല്ലെങ്കിൽ കുജൻ അല്ലെങ്കിൽ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ പൂജയാണ് നടത്തുന്നത്. ഭൗമ ഇട്ടിരവി ഭൂമിയുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം തരത്തിലുള്ള ദോഷങ്ങളുണ്ടെങ്കിലും പ്രസന്നവദനം ധ്യായേൽ വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം വിശ്വം വിഷ്ണുർവകാരോ ഭൂതഭവ്യഭവത്ഭവോ പ്രധാന പുരുഷേശ്വര
നാരസിംഹൗ ശ്രീമാൻ കേശവഃ പുരുഷോത്തമഃ സർവശിവസ്ഥാനോ ഭൂതാവിർനിധിരവ്യയ സംഭവോ ഭാവനോ ഭക്വാ പ്രഭവ പ്രഭുരീശ്വര സ്വയ സർവദർശന അജ സർവേശ്വര സിദ്ധ സിദ്ധി സർവാദിരക്ഷുല വൃഷാകവിരമേയാത്മാ സർവയോഗ വിനിശ്രുത വസു വസുമനാ സത്യ സമാത്മാ സംവിരസ്തമാ അമോഘ പുണ്ടരീകാക്ഷോ ജനാർദ്ദന വേദോ വേദവിദവ്യൻഗോ വേദാംഗോ വേദവിക്രമി ലോകാധ്യക്ഷസുരാധ്യക്ഷോ ധർമാധ്യക്ഷ ജഗദാദിജ അനകോ വിജയോ ദേവാ വിശ്വയോനി പുനർവസു ഉപേന്ദ്രോ വാമനാത്മാം ശുലമോഹശുലിരോചിത അരീന്ദ്ര സംഗ്രഹ സർഗോ ദുരാത്മാ നിയമോ യമ അർത്ഥോനർത്ഥോ മഹാകോശോ മഹാഭോഗോ മഹാധനം അനുർവിന്നസ്തവിഷ്ടോ ഭൂതമയൂപോ മഹാമഹ നക്ഷത്രീ സമച്ചാമസ്വമീഹന യജ്ഞനിത്യോ മഹേജ്യഷ്ടപ്രഭുസ്തത്വം സദാംഗരി സർവദർശീ മുക്താത്മാ സർവജ്ഞോ ജ്ഞാനമുത്തമം സുഖസൂക്ഷ്മസുഘോഷസുഖലസ്തുൽ മനോഹരോജ്ഞാനഗമ്യ പുരാതന ശരീരഭൂതവൃദ്ധോക്താരവിന്ദോ ഭൂരി ദക്ഷിണ സോമോദരസോമ ഗുരുജിൽ ഗുരുസത്തമ വിനയോയ സത്യസംഘോദാശാരിവത്സാത്വകാംബരി ജീവോ വിനയവാ സാക്ഷി മുകുന്ദോ വികവിക്രമ അംബോധിരണന്താത്മാമോദശിരയോന്തക അരോഹായോനിജ വിഭാമാതാമരസാമർവാണം ശ്രീവാസ ശ്രീപതി ശ്രീമദാംബര ശ്രീര ശ്രീര ശ്രീനിവാസ ശ്രീനിധി ശ്രീഭാവന ശ്രീധര ശ്രീധര ശ്രേയ ശ്രീമാൻ ലോകത്രയാശ്രയ വാസുദേവോ വസുർവസുമനാഹവി സർക്കരി സർക്കരി സ്വത്താവന്തൂരി സ്വൽപരായണ ശൂരസേനോയം ശവാദേവ സർവാസ്മിരയോന ദർഭാദർപദോ എല്ലാ ദോഷങ്ങളും തീരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ ചൊവ്വ ഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. അതിനോടൊപ്പം തന്നെ എല്ലാ ഗ്രഹജന്യങ്ങളും ഏതൊരു ശക്തിയാണോ ആവുന്നതോടെ നല്ലോണം മനസ്സിലാക്കാം. നാരായണ നമോസ്തുതേ നാരായണ നമോസ്തുതേ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണ നമോസ്തുതേ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണ നമോസ്തുതേ അമ്മേ നാരായണ ദേവി നമസ്കരിക്കാനുള്ള മന്ത്രമാണ്. അത് ചൊല്ലിത്തരാം. ആ മന്ത്രം ചൊല്ലിയിട്ട് എല്ലാവരും നമസ്കരിക്കുക. അതിനുശേഷം ഈ പൂജ കഴിച്ചവർക്ക് പ്രസാദം വാങ്ങിക്കാം. പ്രസാദത്തിന്റെ ഒപ്പം കെട്ടിയിടുകയോ എന്താണെന്നെങ്കിലും എടുത്തു വെക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് വാടി സംഭൂതം വിദ്യുത്കാന്തി ശക്തിഹസ്തം തം മംഗളം പ്രണമാമ്യഹം. നമസ്കരിക്കാം.
സിദ്ധേശ്വരി സിദ്ധവിദ്യ സിദ്ധമായ സരസ്വതി സത്യവാചം ഗണപതിം ഹവാമഹേ കവിം കവീനാഭ്യാസദേ നമോ ദേവാനാം സുമതൗ ഭഗ ഏവ ഭഗവൻ അസ്തു ദേവാന്തേന വയം ഭഗവന്തസ്യാമാ
അതുപോലെ തന്നെ നാളെ നവഗ്രഹ സ്മാരാധനയില് നമ്മൾ പൂജിക്കുന്ന ഗ്രഹം ബുധന്റെ ദോഷം കൊണ്ട് ഉണ്ടാകും. അതുപോലെ തന്നെ ബുധമോഹ്യം ജാതകത്തിലുണ്ടെങ്കിൽ വാക്കുകൾ പറയാൻ ബുദ്ധിമുട്ട് വരിക, ചില വാക്കുകൾ പുറപ്പെടാതിരിക്കുക. അതൊക്കെ കുട്ടികളിൽ കാണുമ്പോൾ ഈ വാഗ്ദോഷങ്ങൾ നിവർത്തിച്ചു കിട്ടുന്നതിന്, വാക്കുമായി ബന്ധപ്പെട്ട സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ നിവർത്തിച്ചു കിട്ടുന്നതിന്, അതുപോലെ തന്നെ വിദ്യാസംബന്ധമായിരിക്കുന്ന തടസ്സങ്ങൾ നീങ്ങുന്നതിനുമാണ് ബുധനെ വിളിക്കുന്നത്. ആ ബുദ്ധമാണ്. അതുപോലെ തന്നെ ആയിരം തൃക്കേട്ട രേവതി നാളുകൾക്ക് ബുധനാണ് അതിന്റെ നക്ഷത്രാധിപൻ. അതുകൊണ്ട് തന്നെ അവർക്ക് സാമാന്യമായി ജീവിതത്തിൽ ബുധന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ സാധ്യമാകും. അത് വളരെ പ്രധാനപ്പെട്ട നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾക്ക് കൂടി അറിയുന്ന ചില സന്ദേശങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. ഓ ഗണപതി പരിപൂർണമായി വരും ഗണപതി പരിപൂർണമായി
Shri
ക്ഷേത്ര ഭാരവാഹികളോട് അതുപോലെ നിങ്ങൾക്ക് അവസരം കിട്ടുന്നതിന് വേണ്ടി നിങ്ങളുടെ നാട്ടുകാരാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ സ്വപ്ന ബന്ധുക്കളോടും ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നല്ല രീതിയിൽ Oh,
Mama
റാണിയാം തന്റെ ഉണ്ണിയെ കിട്ടുവാൻ കണ്ണുകൾ ചൂടവർ കാച്ചരച്ചു കണ്ട പൂരം ഉണ്ണിയെ വിട്ടു തൊഴുതു നിന്നു.
സദകോടി പ്രണാമം നമസ്കൃത്യം ചരണം അന്തിമം പാലയാമിനം